my channel. This is Alina Rose. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഗോജാസ് എന്ന് പറഞ്ഞ സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഗോജാസ് എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരൊന്നും ഗോജാസിനെ കുറിച്ച് കേട്ട് പോലും കാണാൻ സാധ്യതയില്ല. കാരണം ചില സ്ഥലങ്ങളിൽ ഗോജാസ് ഭയങ്കര പോപ്പുലർ ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ ഒട്ടും ഫെമിലിയർ അല്ല. ഞാൻ തന്നെ ഗോജാസ് ട്രൈ ചെയ്ത് നോക്കിയത് റീസെന്റ് ആണ്. കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ഗോജാസിനുള്ളത്. ഒരു ഏലക്കായുടെ ഫ്ലേവറും ഒപ്പം തന്നെ കാരമലൈസ് ചെയ്തതിന്റെ ഒരു ക്രിസ്പിനെസ്സും രണ്ടും കൂടി ആയപ്പോൾ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ഗോജാസിനുള്ളത്. നിങ്ങൾ എല്ലാവരും ഗോജാസ് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തത് നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നു. അതിനു പിന്നാലെ 3 പിഞ്ച് ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്ത പഞ്ചസാര, ഏലക്ക പൊടിച്ചെടുത്തത്. ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഞങ്ങൾ അല്പം പഞ്ചസാരയോടും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് ഏകദേശം 30 ഗോജാസോളം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് അത്രയും ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ അതനുസരിച്ച് മാവിൻ്റെ ക്വാണ്ടിറ്റിയും കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. മാവ് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാവ് കയ്യിലും ബൗളിലും ഒന്നും ഒട്ടിപ്പിടിക്കരുത്. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ നമുക്ക് നന്നായി മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് അല്പം മാവെടുത്ത് ഉരുട്ടി പപ്പടത്തിനേക്കാൾ ചെറിയ വലുപ്പത്തിൽ കട്ടി കുറച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒരു നൈഫ് എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി 2 എഡ്ജസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാവ് പരസ്പരം വിട്ടുപോകരുത്. അതിനുശേഷം നമുക്ക് മാവ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ഓരോ സ്ട്രാൻഡ്സും വിട്ട് നിൽക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഗോജാസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഒരു ചീനച്ചട്ടിയിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്ത് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാം ഓയിലാണ്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗോജാസ് എല്ലാം നന്നായി വീഴ്ത്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇവയെല്ലാം ഒന്ന് കോരിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഗോജാസിൻ്റെ കളർ അധികം ഡാർക്കായി പോകാൻ പാടില്ല. ഈ ഒരു കളർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കണം. ഗോജാസ് എല്ലാം കാരമലൈസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ പഞ്ചസാരയിലെ വെള്ളമെല്ലാം പറ്റി പഞ്ചസാര ഒരു ഗ്ലൂ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഗോജാസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവയെല്ലാം ഇപ്പോൾ നന്നായി കാരമലൈസ്ഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം.